ഹായ് കൂട്ടുകാരെ, ഇതുവരയ്ക്കും ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനും അതേപോലെ തന്നെ കമൻറ്റും എല്ലാം ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രുചിയായിട്ടുള്ള ഒരു അവിയലാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കുറേ പച്ചക്കറികളൊക്കെ നമ്മുടെ വളപ്പുകളിലൊക്കെ നട്ട് നമ്മൾ ഒരുവിധം പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് ഒരു നല്ല രുചിയായിട്ടുള്ള ഒരു അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പച്ചക്കറികളാകുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇത് വന്നിട്ട് പ്രതിരോധത്തിന് നല്ലതാണ്, കലോറി കുറവാണ്, അതേപോലെ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഈ പച്ചക്കറികളെല്ലാം വെള്ളത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ച്, വിനീഗർ എന്ന് പറഞ്ഞാൽ ചൊറുക്ക നമ്മൾ ഒഴിച്ചായിട്ട് ഇതിലെല്ലാം നന്നായിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കണം. നമുക്ക് ക്യാരറ്റ് ഇതേമാതിരി നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് കായും ഇതേമാതിരി നൈസായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ പച്ചക്കറികൾ വെന്ത് കിട്ടും. ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് ഇതേമാതിരി നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി മുരിങ്ങക്കോലാണ്, അത് നമുക്ക് ഇതേമാതിരി കണ്ടിച്ച് ഒന്ന് പൊളിച്ച് ഇട്ട് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അതേപോലെ തന്നെ ബീൻസും ഇതേ നീളത്തിൽ നമുക്ക് കണ്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് സബോളയും ഇതേമാതിരി തന്നെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു സബോളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു തക്കാളി ഇതേമാതിരി നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് വന്നിട്ട് ചേനയാണ്. ഇത് നൈസായിട്ട് നമുക്ക് ഇതേമാതിരി അരിഞ്ഞെടുക്കാം. അവിയലിലേക്ക് വേണ്ടത് നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂണ് ജീരകം കൂടി നമുക്ക് അതിലിട്ട് നന്നായിട്ടൊന്ന് അധികം അരഞ്ഞു പോവാണ്ട് ഒന്ന് ഒതുക്കി അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി കൂടി നമ്മൾ ഇതേമാതിരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അധികം അരഞ്ഞു പോകണ്ട, ഇതേപോലെ നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മുടെ പച്ചക്കറികളെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് അടപ്പത്ത് വയ്ക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞതാണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി മിക്സാക്കി എടുക്കാം. ഇതേമാതിരി മിക്സാക്കി എടുക്കാം. വേപ്പില, കുറച്ച് വേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് ഇതിനെ 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി സ്റ്റൗവിൽ വെച്ച് നമുക്ക് 5 മിനിറ്റ് നേരം അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം. ഇനി അങ്ങനെ 5 മിനിറ്റ് നേരം നമ്മളുടെ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നൈസായതുകൊണ്ട് നല്ല വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം അതിൽ ചേർത്തി കൊടുക്കാം. ചേർത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ അവിയലിൻ്റെ. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പുളിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കൊരു ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് താളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. അതിൽ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ 4 വറ്റൽമുളക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് നമ്മൾ ഇത് താളിച്ച് ഒഴിക്കുകയാണ്.
അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അവിയൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീടുകളിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വേറെ റെസിപ്പികൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.